നമസ്കാരം. ഇന്നു മുതൽ അഷ്ടാംഗ ഹൃദയത്തിലെ ഒറ്റമൂലികൾ സംബന്ധിച്ച ഒരു വീഡിയോ പരമ്പര കൂടി നമ്മൾ ജീവനം റെമഡീസിൽ ചെയ്യുകയാണ്. നമ്മുടെ ഈ ഒറ്റമൂലികകൾ ഈ വീഡിയോയിൽ കേട്ട് അതേപടി അതുമാത്രം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ചികിത്സയെ മാറ്റരുത്. തീർച്ചയായും ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമേ ചികിത്സകൾ ആരംഭിക്കാവൂ എന്ന കാര്യം എടുത്തു പറയുന്നു. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ നടുവേദന, ഇവയ്ക്കുള്ള ചെറിയ ലളിതമായ വീട്ടിൽ ചെയ്യാവുന്ന ചില പ്രയോഗങ്ങളാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഓരോ ദിവസവും ഓരോ രോഗത്തെക്കുറിച്ച് പറയാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് വരാം. നടുവേദന സാധാരണ നെട്ടലിൻ്റെ കശേരുക്കൾ സ്ഥാനം മാറിയിട്ടുള്ള പ്രശ്നം കൊണ്ടും അവയ്ക്കിടയിൽ ഞരമ്പുകൾ കുടുങ്ങി അവ ജാമായി അതിൽ രക്തസഞ്ചാരമില്ലാതെ കാലിലേക്കൊക്കെ വേദന പടരുന്ന സയാറ്റിക്ക പോലുള്ള പ്രശ്നങ്ങളായിട്ടും വീണ്ടും അത് കൂടുതൽ വലുതായി അത് വെരിക്കോസിസ് പോലുള്ള പ്രശ്നങ്ങളായിട്ടുമെല്ലാം മാറുന്ന അവസ്ഥകളുണ്ട്. ഇത്തരം അവസ്ഥകളിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില പ്രയോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ധാന്യാമ്ലം ചൂടാക്കി ആവി പിടിക്കുക. ഒരു തുണിയിൽ ധാന്യാമ്ലം കുത്തിയിട്ട് അതിൽ മുക്കിയിട്ട് ചൂട് പിടിക്കുക. അതേപോലെ പാത്രത്തിൽ അത് തിളപ്പിച്ച് മേലെ ശരീരഭാഗം വെച്ച്, അതിന് സാധാരണ പണ്ടെല്ലാം ഒരു ചൂരൽ കട്ടിൽ അല്ലെങ്കിൽ ചൂടി മെടഞ്ഞുണ്ടാക്കിയ ഒരു കട്ടിൽ, ഇത്തരം അഴികളുള്ള കട്ടിൽ ഇതൊക്കെ ഉപയോഗിച്ച് അവിടെ കിടന്നിട്ട് താഴെ ആവി കൊടുത്താലും മതി. ഇതുകൊണ്ട് ധാരയിടുകയും ചെയ്യാം. വെള്ളം ഇങ്ങനെ താഴെ ഒരു പാത്രം വെച്ച് മേലെ ആൾ കിടന്ന് ആ വേദനയുള്ള ഭാഗത്ത് സ്ഥിരമായിട്ട് അത് ചൂടോടുകൂടി ഒഴിച്ചു കൊണ്ടിരിക്കുക. ഇത് ഏത് തരം മുട്ടുവേദന, ഉപ്പൂറ്റി വേദന, കഴുത്ത് വേദന, ഇവിടെയെല്ലാം ഇത് ഉപയോഗിക്കാം. നടുവേദന എന്ന് പറയുമ്പോൾ ഇവയെല്ലാം അതിൻ്റെ ഭാഗമാണെന്ന് അറിയുക. രണ്ടാമത്, മൂക്കാത്ത 20 വെണ്ടയ്ക്ക ചെറുതായി നുറുക്കി ഒരിടങ്ങഴി വെള്ളമൊഴിച്ച് അത് പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് ആവി പോകാതെ ചെറിയ തീയിൽ വേവിക്കുക. അത് മന്ദാഗ്നി എന്ന് പറയും. ചെറിയ തീയിൽ വേവിച്ച് വറ്റിച്ച് നാഴിയാക്കുക. എന്നിട്ടത് പിഴിഞ്ഞരിച്ച് ചുവന്നുള്ളി, നെയ്യ്, ജീരകപ്പൊടി ചേർത്തിട്ട് ഒരു ചെറിയ വറവോ അല്ലെങ്കിൽ ചേർത്തിട്ട് വെറുതെ 2 നേരം കഴിക്കുക. ഒരുവിധം ഡിസ്ക് പ്രോബ്ലമെല്ലാം ഇതിൽ അവസാനിക്കും. മൂന്നാമത്തത്, മുളയില നീര് അതിൻ്റെ സമം അരിക്കാടി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ധാന്യാമ്ലം തിളപ്പിച്ചിട്ട് തടവുക. മുളയില ഇടിച്ച് നീരെടുത്തിട്ട് അതിൻ്റെ സമം അരിക്കാടിയും ഇട്ടിട്ട് വീണ്ടും തിളപ്പിച്ച് അത് തടവുക. ഒരു തൈലം പോലെ പുരട്ടുക. അതാണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ഒരു പ്രയോഗം, കരിനൊച്ചിയില ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ആവണക്കെണ്ണ ചേർത്തിട്ട് 41 ദിവസം സ്ഥിരമായിട്ട് കഴിക്കുക. അഞ്ചാമതായിട്ട്, ഉലുവ വറുത്ത് പൊടിച്ച് അത് കാപ്പിയിലോ അല്ലെങ്കിൽ കട്ടൻ ചായയിലോ മറ്റോ ഇട്ടിട്ട് സ്ഥിരമായിട്ട് കഴിക്കുക. അപ്പോൾ ശരീരത്തിലുള്ള നീര് എല്ലാം വറ്റിപ്പോകും. അടുത്ത ഒരു പ്രയോഗം, 1/2 ഔൺസ് മുതൽ 1 ഔൺസ് വരെ ആവണക്കെണ്ണ ചുടുവെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടുള്ള പാലിലോ ഒഴിച്ച് പതിവായിട്ട് രാത്രി കഴിക്കുക. അതേപോലെ മറ്റൊരു പ്രയോഗമാണ് ചിറ്റരത്ത. ചിറ്റരത്ത 2 തരമുണ്ട്. അതിൽ ചിറ്റരത്ത കഷായം വെച്ചിട്ട് ശർക്കര മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ ഇതും തുടർച്ചയായിട്ട് കഴിക്കണം. അതേപോലെ ചുക്ക് കഷായം വെച്ചിട്ട് അതിൽ ആവണക്കെണ്ണ ചേർത്ത് കഴിച്ചാലും നടുവേദന ഒരുവിധം എല്ലാ വേദനകളും കുറയും.
അമൃത്, ചിറ്റമൃത് നല്ലത്, ചുക്ക് ഇവ കഷായം വെച്ചിട്ട് ആവണക്കെണ്ണയും തിപ്പലി വറുത്ത് പൊടിച്ചത് പൊടി ചേർത്തിട്ട് കഴിക്കുക. ഇതും നല്ലൊരു പ്രയോഗമാണ്. കൊട്ടൻ ചുക്കാതി കുഴമ്പ് പുരട്ടിയിട്ട് ഈ ധാന്യാമ്പളം കൊണ്ട് കിഴി പിടിക്കുന്നത്, അല്ലെങ്കിൽ കായത്തിരുമേനി തൈലം പുരട്ടിയിട്ട് ധാന്യാമ്പളം കൊണ്ട് കിഴി പിടിക്കാം. അതിൽ കർപ്പൂരാതി തൈലം കൂടി ചേർക്കാം, വേദന പെട്ടെന്ന് കുറയും. മറ്റൊരു പ്രയോഗം, കർപ്പൂരപ്പച്ചയും കരിനൊച്ചി ഇലയും ഇടിച്ചു പിഴിഞ്ഞ് നല്ലെണ്ണയിൽ കാച്ചിയെടുക്കുക. ഇത് 1 ഔൺസ് വീതം തേൻ ചേർത്ത് കുടിക്കുക. ഇതിൻ്റെ ഒരു ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം. ഇതിൻ്റെ പ്രതികരണം അനുസരിച്ച് മാത്രം നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് എന്നുകൂടി അറിയിക്കട്ടെ. നമസ്തേ.